ഹായ് ആരോ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക, ലൈക്ക് ചെയ്തിട്ട് കാണുക, ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് സാരി സ്കേർട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് കാണാം കേട്ടോ. ഇപ്പോൾ ടോട്ടൽ ലെങ്ത്ത് 38 ഇഞ്ചാണ് നമ്മൾ എടുക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു 3 ഇഞ്ച് നമ്മൾ കുറയ്ക്കുക. അപ്പോൾ 3 ഇഞ്ച് കുറയ്ക്കുന്നത് 1.5 ഇഞ്ച് നമ്മൾ ബാൻഡിനും 1.5 ഇഞ്ച് താഴെ പ്ലീറ്റ്സ് ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ 35 ഇഞ്ച് എടുത്താൽ മതി. 35ൻ്റെ കൂടെ 1 ഇഞ്ച് അലവൻസ് ചേർത്ത് 36 ഇഞ്ചിൽ ടോട്ടൽ ലെങ്ത്ത് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ രണ്ടായിട്ട് തുണി മടക്കിയിടുക. ഫോൾഡുള്ള ഭാഗം മുകളിൽ വരുന്ന രീതിയിലാണ് ഇവിടെ മടക്കിയിട്ടിരിക്കുന്നത്. 36 ഇഞ്ചാണ് വേസ്റ്റ് റൗണ്ട് വരുന്നത്. 36 ഇഞ്ചിന് 6 പാനലുള്ള സാരി സ്കേർട്ട് തയ്ക്കാൻ വേണ്ടിയിട്ട് അതിനെ 6ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇപ്പം 4 പാനലുള്ളതാണെന്നുണ്ടെങ്കിൽ അതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എത്രയാണോ കിട്ടുന്നത് 36 ഇഞ്ചിന് 6ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 6 ഇഞ്ച് കിട്ടും. അപ്പോൾ അതിൻ്റെ കൂടെ 1 ഇഞ്ച് അലവൻസ് ചേർത്ത് 7 ഇഞ്ചിൽ മുകളിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. താഴെ ഇത്തിരി വീതി കൂടി വരണം. അപ്പോൾ 7 ഇഞ്ചിൻ്റെ കൂടെ ഒരു 3 ഇഞ്ചും കൂടി എക്സ്ട്രാ ചേർത്തിട്ട് 10 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. അങ്ങനെ നമുക്കതൊന്ന് വരച്ചു കൊടുക്കാം. ഇത് തന്നെ നമ്മൾ നേരെ തിരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. മുകളിൽ 10 ഇഞ്ചും താഴെ 7 ഇഞ്ചും മാർക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം അടുത്തത് 7 ഇഞ്ച് മുകളിലും 10 ഇഞ്ച് താഴെ മാർക്ക് ചെയ്തിട്ട് ഫുള്ളും കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ 3 എണ്ണം ഇതുപോലെ ചെയ്ത് കഴിയുമ്പോൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 6 പീസായിട്ട് കിട്ടും. അത് നമുക്ക് മാറ്റിയെടുത്ത് വയ്ക്കാം കേട്ടോ. വേസ്റ്റിൻ്റെ പകുതി എടുക്കുക. അപ്പോൾ 36ൻ്റെ പകുതി 18 എടുക്കുക. 18 പ്ലസ് 1/2 ഇഞ്ച് അലവൻസും ചേർത്തിട്ട് നമുക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ അതിന് ലെങ്ത്ത് 4 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് വള്ളി കട്ട് ചെയ്തെടുക്കുക. 1.5 ഇഞ്ച് ലെങ്ത്തും വേസ്റ്റിൻ്റെ കൂടെ ഒരു 6 ഇഞ്ച് കൂട്ടിയിട്ട് വിഡ്ത്തും മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്ക് പ്ലീറ്റ്സ് ഇടാൻ വേണ്ടിയിട്ടുള്ള പീസുകൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ തുണീനെ രണ്ടാക്കി മടക്കിയിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ലെങ്ത്ത് നമ്മൾ 4 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് 36ൻ്റെ 4 ഇരട്ടി വിഡ്ത്ത് എടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ എങ്ങനെയാണ് പ്ലീറ്റ്സ് ഇടുന്നത് അതനുസരിച്ച് തുണിയുടെ വിഡ്ത്തിൽ മാറ്റം വരും കേട്ടോ. അപ്പോൾ ഞാനിത് ആ പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ കട്ടിങ്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് 6 പാനലായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായില്ലേ, അതിനെ നമുക്ക് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം 6 ആയിട്ട് മുകളിൽ വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിനെ യോജിപ്പിക്കുക. അടിയിൽ 10 വരുന്ന രീതിയിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. ഇനി നമുക്ക് ബാൻഡിൻ്റെ അവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ബാൻഡിന് മുമ്പായിട്ട് നമ്മൾ സൈഡ് ജോയിൻ ചെയ്യണമെങ്കിൽ അങ്ങനെ മതി. അപ്പോൾ ഞാനിവിടെ എളുപ്പത്തിന് വേണ്ടിയിട്ടുണ്ട്. സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഭാഗം വെട്ടിച്ചെടുക്കണം പ്ലീറ്റ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കേട്ടോ. അങ്ങനെ വരാതിരിക്കാനാണ് ഞാൻ ആദ്യം ബാൻഡ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ബാൻഡ് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ബാൻഡിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഞാനൊരു 1/2 ഇഞ്ചിൽ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണ്ട കേട്ടോ. അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ ബാൻഡ് മറച്ചടിക്കുമ്പോൾ ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനൊന്ന് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കണ്ട കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ അതിൻ്റെ രണ്ടറ്റങ്ങളും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഒരു 1/2 ഇഞ്ചിൽ ആദ്യം മടക്കുക. അതിനുശേഷം വീണ്ടും ഒരു 1/2 ഇഞ്ചിൽ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ രണ്ട് സൈഡും അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ ഭാഗത്ത് ഈ ബാൻഡ് ജോയിൻ ചെയ്ത് കൊടുക്കുക. സ്കേർട്ടിൻ്റെ ചീത്ത വശത്ത് ബാൻഡിൻ്റെ നല്ല വശം വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്കിതുപോലെ നല്ല വശത്തേക്ക് സ്കേർട്ടിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്ന രീതിയിൽ വെച്ചിട്ട് നമുക്കിതുപോലെ ആ ബാൻഡിൻ്റെ പീസ് ആ ജോയിൻ്റ് വരുന്ന ഭാഗത്തേക്ക് ഒരറ്റത്തു നിന്നും മറ്റേ അറ്റത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം ബാൻഡ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ മുകളിലൊരു സ്റ്റിച്ച് വേണമെങ്കിൽ ചെയ്താൽ മതിയെന്ന്. അതിവിടെ നമുക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ, ചെയ്തില്ലെങ്കിൽ. അപ്പോൾ ഇങ്ങനെ നമ്മൾ മടക്കുമ്പോൾ ഉള്ളിലോട്ട് മടക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിവിടെ ഫുള്ളായിട്ട് ബാൻഡ് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിലിടാൻ വേണ്ടിയിട്ടുള്ളൊരു വള്ളി സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് വള്ളിയുടെ ഫ്രണ്ട് ഭാഗം ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം സെൻറ്റർ ഭാഗത്തേക്ക് രണ്ടറ്റങ്ങളും മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് അറ്റഭാഗം എത്തുമ്പോഴും മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുക. പിന്നെ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കോർത്തെടുക്കുക കേട്ടോ. ഇനി നമുക്ക് പ്ലീറ്റ്സ് സ്റ്റിച്ച് ചെയ്യാം. പ്ലീറ്റ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പീസുകളായിട്ട്. അതിനാദ്യം നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാ ജോയിൻറ്റുകളും ഒരു ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ നമ്മൾ വെച്ച് കൊടുത്തിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഒരു 1/2 ഇഞ്ചിലാണ് ഞാൻ ജോയിൻ ചെയ്തെടുക്കുന്നത്. എല്ലാ പീസുകളും അങ്ങനെ തന്നെ ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. എല്ലാവരും ചീത്ത വശത്തായിരിക്കണം ജോയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിനെ രണ്ടായിട്ടൊന്ന് മടക്കി കൊടുക്കാം കേട്ടോ. രണ്ടായിട്ട് മടക്കി കൊടുക്കുമ്പോൾ ഉള്ളിൽ നമ്മൾ സ്റ്റിച്ചിങ് ചെയ്ത ഭാഗം വരണം. നല്ല വശം പുറത്തായിട്ട് വരുന്ന രീതിയിൽ മടക്കാം കേട്ടോ. ഇനി സ്കേർട്ടിൻ്റെ നല്ല വശത്ത് ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് നമ്മളിതിനെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം കേട്ടോ.
അപ്പോൾ ആദ്യം വെച്ച പീസിനകത്ത് നമ്മൾ ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ചെറുത് വേണോ വലുത് വേണോ എന്നുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അതനുസരിച്ച് നമുക്ക് പ്ലീറ്റ്സിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊരു 1/2 ഇഞ്ചിലാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് മറച്ചിട്ട് കൊടുക്കാം കേട്ടോ. ആ പ്ലീറ്റ്സിൻ്റെ ഭാഗം വരണോടത്ത് മാത്രം ഒന്ന് അടിയിലേക്ക് ആക്കി കൊടുക്കുക. അതിനുശേഷം ഒന്ന് പതിപ്പിച്ച് അടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ കറക്റ്റ് ഞാൻ വീഡിയോനകത്ത് കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതേ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അറ്റം വരെ നമ്മൾ പ്ലീറ്റ്സൊക്കെ ഇട്ട് കൊടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെയാണ് ചെയ്ത് കൊടുക്കണേ കേട്ടോ. ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് സൈഡ് ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ അടിവശത്ത് നിന്ന് നമ്മൾ സൈഡ് ജോയിൻ ചെയ്യണം. അപ്പോൾ മുകൾ ഭാഗത്ത് ഒരു 3.5 ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മൾ സൈഡ് ജോയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ആ 3.5 ഇഞ്ച് മുതൽ നമ്മൾ മുകളിലോട്ട് ജോയിൻ ചെയ്യുന്നത് ഒരു 1/4 ഇഞ്ച് വെച്ച് മടക്കിയിട്ട് വേണം 1/2 ഇഞ്ചിൽ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. മൊത്തം നമ്മൾ സൈഡിൽ ജോയിൻ ചെയ്യുന്നത് 1/2 ഇഞ്ചിലാണ്. അപ്പോൾ നമ്മൾ മുകളിലോട്ട് വരുമ്പോൾ അതൊരു 1/4 ഇഞ്ചായിട്ട് ആദ്യം ഒരു മടക്കുക, വീണ്ടും ഒരു 1/4 ഇഞ്ച് മടക്കിയിട്ട്. അപ്പോൾ ഇതുപോലെ നമുക്കൊരു ഓപ്പൺ പോലെ കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്റ്റിച്ചിങ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് സാരി സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാവുന്നുള്ളൂ. 6 പാനലിൻ്റെ സാരി സ്കേർട്ടാണ്. 4 പാനൽ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് വേസ്റ്റ് റൗണ്ട് 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. ഈസി ആയിട്ട് എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് സാരി സ്കേർട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.